സോഷ്യലിസ്റ്റ് കൈവിട്ടിട്ട് കളത്തിലിറക്കിയിരിക്കുന്നത് സാക്ഷാൽ കെ ശൈലജയെ. മണ്ഡലത്തിലെ സിറ്റിംഗ് എം പിയായ കെ മുരളീധരൻ തൃശൂരിൽ അംഗത്തിന് പോയതോടുകൂടി പുതിയ അംഗം കുറിച്ചെത്തിയത് സാക്ഷാൽ ഷാഫി പറമ്പിൽ. ഒപ്പം പ്രഫുല്ല കൃഷ്ണനും. മത്സരം കടുത്തതാകുമെന്നത് സ്ഥാനാർത്ഥികളുടെ പേരുകൊണ്ട് തന്നെ ചിത്രം വ്യക്തമാണ്. ഇതുവരെയുള്ള ക്യാമ്പയിനിലെ ഏറ്റവും വലിയ മാസ് എൻട്രിയാണ് കെ ശൈലജയ്ക്കും ഷാഫി പറമ്പിലിനും പ്രഫുൽ കൃഷ്ണയ്ക്കും ലഭിച്ചിരിക്കുന്നത്. മാസ് എൻട്രി പോലെയായിരിക്കുമോ മാസ് വോട്ടിംഗും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വടകരയുടെ രാഷ്ട്രീയ മനസ്സിലെന്ത് എന്ന് പരിശോധിക്കുന്നു. LDF-ൽ നിന്നും PK ദിവാകരൻ, UDF-ൽ നിന്നും മുനീർ എരവത്ത്, NDA-യിൽ നിന്നും അഡ്വക്കേറ്റ് V സത്യൻ. ആദ്യം PK ദിവാകരനിലേക്ക്. ശ്രീ PK ദിവാകരൻ, സ്ട്രെയിറ്റ് ചോദ്യം. 1.5 പതിറ്റാണ്ടായി വടകര ഇടതുമുന്നണിയെ പാർലമെന്റിലേക്ക് അയച്ചിട്ട് ഇക്കുറി എന്തിനു കെ ശൈലജ ടീച്ചറിനെ പാർലമെന്റിലേക്ക് അയക്കണം? നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രധാനമന്ത്രിയില്ല, നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കാനായി ഒരു പൊതു നേതാവ് ഇന്ത്യയിലെങ്കും കാണാനില്ല. 273 എന്ന മാജിക് നമ്പറിലേക്ക് നിങ്ങളുടെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചു കയറാനും കഴിയില്ല. എന്തുകൊണ്ട് കെ ശൈലജയ്ക്ക് വോട്ട് ചെയ്യണം വടകരയിലെ ജനങ്ങൾ? വടകരയിലെ ജനങ്ങൾ കെ ശൈലജയെ വിജയിപ്പിക്കണം എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2004 മുതൽ ഒരു തവണ BJP ഭരിച്ച് 5 കൊല്ലത്തെ ഭരണത്തിന് ശേഷം അവരെ താഴെ ഇറക്കുക എന്നുള്ള രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുന്നതിൽ 2004-ൽ CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വഹിച്ച പങ്കിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഒരു കോലീഷൻ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത്. ഇങ്ങനെ വന്ന ഒരു സർക്കാർ ഇന്ത്യക്കാകെ മാതൃകയാവുന്ന രൂപത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ നടത്തി BJP-യെ ഈ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിഞ്ഞു. പക്ഷേ സ്വന്തം കാലിൽ രാജ്യം ഭരിക്കാനുള്ള അവസരം 2014-ൽ കോൺഗ്രസ് ഉണ്ടാക്കിയ വലിയ അഴിമതിയുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് BJP അധികാരത്തിലെത്തിയപ്പം ഈ രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ന്യൂനപക്ഷ വേട്ടയാണ്. ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരായിട്ട് ഈ രാജ്യത്തിനകത്ത് ശക്തമായ നിലപാടെടുത്തത് ഇടതുപക്ഷമാണ്. ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിൻ്റെ പേരിൽ ജയിച്ചു വന്നിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ന്യൂനപക്ഷ വേട്ടയിലൂടെ രാജ്യത്തൊരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ മോഡിയുടെ ഭരണത്തിനിടയിൽ അവർ നടപ്പിലാക്കിയ പാർലമെൻറ്റിലെ നിയമങ്ങൾക്ക് മുഴുവൻ മൗനസമ്മതം കൊടുത്തവരാണ് കോൺഗ്രസ്. ആ മൗനസമ്മതം കൊടുക്കുന്നിടത്ത് ഇടതുപക്ഷത്തിൻ്റെ MP-മാരാണ് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയതെങ്കിൽ ആ ഇടതുപക്ഷ MP-മാരുടെ വലിയ രൂപത്തിലുള്ള ആശയ രൂപീകരണം ഇന്ത്യയിലാകെ പാർലമെന്റിന് പുറത്തും പാർലമെന്റിനകത്തും നടക്കുമായിരുന്നു. അതിലൂടെയാണ് ഈ കേരളത്തിലും ഇന്ത്യയിൽ ഉൾപ്പെടെ മാറ്റം വരുത്താൻ ആവശ്യമായ ഒരു രാഷ്ട്രീയത്തിന് ഇനിയും ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരായിട്ടാണ് ഈ മണ്ഡലം വിധി എഴുതേണ്ടതെങ്കിൽ ന്യൂനപക്ഷ മുഖമായ ഷാഫി പറമ്പിലിനെയല്ലേ പാർലമെന്റിലേക്ക് അയക്കേണ്ടത്? ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്, UDF-ന്റെ പ്രതിനിധിയാണ്. 18 പേർ ജയിച്ചുപോയി. NIA ഭേദഗതി നിയമം വന്നു, കൈപൊക്കി കൊടുക്കാൻ തയ്യാറാവുന്ന നിലയിൽ മുരളീധരൻ പെരുമാറി. മുത്തലാഖ് നിയമം വന്നു, മുരളീധരൻ മിണ്ടിയില്ല. മറ്റ് MP-മാർ ബിരിയാണി കഴിക്കാൻ പോയി. അതുപോലെ പൗരത്വ നിയമം വന്നു. ആ നിയമം നടപ്പിലാക്കുമ്പോൾ ഒരു പ്രതിഷേധവുമില്ലാതെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള AM-ആരിഫ് അല്ലാതെ ഒരാൾ പോലും നാവനക്കിയില്ല. പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ്. പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ്. പൗരത്വ നിയമ ഭേദഗതിയുടെ എല്ലാ ഭേദഗതികളും കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും അവതരിപ്പിച്ചതാണ്, വോട്ടിനിട്ടതാണ്. വോട്ടിനിട്ടവർ പരാജയപ്പെട്ടു പോയി. അത് വാസ്തവമാണ്. അതല്ലേ സംഭവിച്ചത്? അല്ല, പൗരത്വ നിയമ ഭേദഗതിയിൽ ഇനിയെങ്കിലും ഇടതുപക്ഷ കള്ളം പറയുന്നത് അവസാനിപ്പിക്കുന്നത്. പൗരത്വ നിയമത്തിന്റെ ഭാഗമായി പാർലമെന്റിനകത്ത് എടുത്ത നടപടി പുറത്തു വന്നിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് അതിനെതിരായിട്ടുള്ള നിലപാട് രാജ്യത്ത് കൊണ്ടുവരുന്നതിന് ഏത് പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസ്? രാജ്യവ്യാപകമായി പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ ഭാരത് ജോഡോ ന്യായയാത്ര സംഘടിപ്പിച്ചത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യ മുഴുവൻ തലങ്ങും വിലങ്ങും ആ മനുഷ്യൻ സഞ്ചരിച്ചു. മഴയേത്, വെയിലേത്, മഞ്ഞേത് എന്ന് ആ മനുഷ്യൻ ഗൗനിച്ചില്ല. ആ മനുഷ്യനെയല്ലേ നിങ്ങൾ പിന്തുണയ്ക്കേണ്ടത് എന്നതല്ലേ ചോദ്യം? അല്ല, പറഞ്ഞോ. ഞാൻ പറഞ്ഞു വരുന്നത് കാശ്മീർ വരെ നടന്നുപോയി. സ്നേഹത്തിന്റെ കട തുറക്കാൻ പോയി രാജീവ് ഗാന്ധി. രാഹുൽ ഗാന്ധി ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ നമുക്കൊരു ഓർമ്മയുണ്ട്. കത്വയിൽ 5 വയസ്സുകാരി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് പീഡിപ്പിച്ചു കൊന്നിട്ടുള്ള അതിലെ പ്രതികളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയ ഒരു BJP മന്ത്രി ഉണ്ടായിരുന്നു, ലാൽ സിംഗ്. ആ ലാൽ സിംഗിനെ നടപടിക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം രാജ്യത്ത് നടന്നു. പക്ഷേ രാജ്യത്തൊരു നടപടിയും എടുക്കാതെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി കൊടുത്തു. പക്ഷെ ഇപ്പം ആ ലാൽ സിംഗ്
ഉധംപൂരിലെ കോൺഗ്രസ് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. എവിടെയാണ് സ്നേഹത്തിന്റെ കടയിൽ വൈരാഗ്യത്തിന്റേതായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന പണിയല്ലേ നടക്കുന്നത്? ഈ യാത്ര നടത്തിയത് കൊണ്ട് ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ചല്ലേ ഡിണ്ടിഗലിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്? കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന തമിഴ്നാട്ടിൽ കേരളത്തിലെ പോലെ ഒരു മുന്നണിയുണ്ട്. കേരള കോൺഗ്രസിന് ഇവിടെയുള്ള ബലം എന്താണോ അതാണ് കോൺഗ്രസിനും CPM-നും ഇവിടെയുള്ളത്. അങ്ങനെയുള്ള ഒരു മുന്നണി രാഷ്ട്രീയത്തിലൂടെ കേരളത്തിൽ തമിഴ്നാട്ടിൽ DMK-യുടെ കൈപിടിച്ചു തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. രാഹുൽ ഗാന്ധി അപ്പുറത്ത് പലരുമുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ വന്ന് ഇങ്ങനെ വൈരാഗ്യത്തിന്റെ കട തുറക്കുന്നു എന്ന് പറയുകയും നിങ്ങൾ അങ്ങോട്ട് പോയി ചങ്ങാത്തത്തിന്റെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. അതാണ് പറയുന്നത്. ഈ പറഞ്ഞ നിലയിലേക്ക് അവർക്ക് രാഷ്ട്രീയം ഉയർത്താൻ കഴിയണം. അവർ ഉയർത്തുന്നില്ല. ഈ വിജയിച്ചു പോയാൽ ഒരു സീറ്റിന്റെ കുറവിൽ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിന് അവിടെ കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയാതെ പോയാൽ ആ നഷ്ടം ആര് വീട്ടും? കേന്ദ്രത്തിൽ 2004 ഇതുപോലെ ഏറ്റുമുട്ടിയിട്ടാണ് പോയത്. എന്നിട്ട് ഹർഷൻ സിംഗ് സുർജിത്ത് സോണിയാഗാന്ധിയെ നേരിട്ട് പോയി AK ജിവോമിൽ കണ്ട് തീരുമാനമെടുത്തു. പക്ഷേ ഒറിജിനൽ അയക്കുന്നതിന് പകരം പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നവരെ അയക്കണോ എന്നതാണ് ചോദ്യം. പുറത്തുനിന്ന് പിന്തുണച്ചാലാണ് ഈ രാജ്യത്തിനകത്തെ ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുക. എപ്പോഴാണ് പുറത്തുനിന്ന് പിന്തുണക്കാതെ പോയത്? അപ്പോഴാണ് അഴിമതി വന്നത് 2009. അതാണ് 14 ഗവൺമെന്റ് പോയത്. ശരി, ഞാൻ നിങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് മുനീർ അരവത്ത് ഒരൊറ്റ ചോദ്യം. നിങ്ങളുടെ സിറ്റിംഗ് MP വടകര നിന്നാൽ മത്സരിച്ചു വിജയിക്കില്ല എന്നുള്ള ഭീതി കൊണ്ട് ഒളിച്ചോടിയതാണ് തൃശ്ശൂരിലേക്ക് എന്ന് കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ? കോൺഗ്രസ് എടുത്ത നിലപാട് എക്കാലത്തും മതേതര നിലപാടുകളാണ്. ഈ സംസ്ഥാനത്ത് ഒരു കാരണവശാലും ഒരു താമര വിരിയാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപിത നയമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണോ മുരളീധരനെ തൃശ്ശൂരിലേക്ക് വിട്ടത്? കോൺഗ്രസ് എക്കാലത്തും അത് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണോ മുരളീധരനെ തൃശ്ശൂരിലേക്ക് വിട്ടത്? കോൺഗ്രസിന്റെ ഐക്യമുന്നണിയുടെ ചരിത്രത്തിൽ ഒരുപാട് തവണ സ്ഥാനാർത്ഥിമാരുടെ പ്രഖ്യാപനത്തിൽ ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. 71 ഇവിടെ ലീല ദാമോദര മേനോന്റെ പോസ്റ്റർ അടിച്ച് ഫ്ലെക്സ് വെച്ച് ചുമരെഴുത്ത് നടത്തിയതാണ്. ആ ലിസ്റ്റ് മാറിയിട്ടാണ് KP ഉണ്ണികൃഷ്ണൻ വന്നത്. അന്നൊരു ഈ പറഞ്ഞതുപോലെ ഒരു വിചാരിക്കാത്തവരെയാണ് AP ഉണ്ണികൃഷ്ണൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ KP ഉണ്ണികൃഷ്ണൻ UDF ആണ് ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. 2019 ഇതേപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥി 19 നിയോജക പാർലമെന്റ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. വടകരയിൽ മാത്രം ഒഴിച്ചിട്ടു. അവസാന നിമിഷമാണ് ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കടന്നു വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. 2019 ചോദ്യമാണ് സ്ട്രെയിറ്റ് ആയിട്ട്. വടകരയിലെ സിറ്റിംഗ് MPക്ക് വടകരയിലെ വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണോ? അല്ല, ഇവിടെ കൃത്യമായി K സുരേന്ദ്രനും അതുപോലെ തന്നെ EP ജയരാജനും അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. LDF-ന്റെ കൺവീനർ EP ജയരാജൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ BJP-യുടെ എല്ലാ സ്ഥാനാർത്ഥികളും മികവുറ്റ സ്ഥാനാർത്ഥികളാണ്. കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് CPM-ന്റെ നേതാവും ഇടതുപക്ഷത്തിന്റെ കൺവീനറുമാണ്. K സുരേന്ദ്രൻ ഒരു പ്രസ്താവനയുണ്ട്. വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കാൻ പോകുന്നില്ല. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ബൈ ഇലക്ഷനും ഉണ്ടാകില്ല. ഇത് K സുരേന്ദ്രനാണ് പറയുന്നത്. ഈ ഉറപ്പ് എന്ന് പറഞ്ഞാൽ അവിഹിതമായി ബാന്ധവമുണ്ടാക്കി അടച്ചിട്ട റൂമുകളിൽ ചർച്ച നടത്തി തൃശ്ശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുക്കാനും വടകരയിൽ BJP-യുടെ വോട്ട് വാങ്ങി മറിച്ച് സംവിധാനം ഉണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പറയുന്നത് കേൾക്കൂ. അതായത് തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ പാർലമെന്റ് സീറ്റാണ് BJP കേരളത്തിൽ നമ്പർ 1 സീറ്റായി കണക്കാക്കുന്നത്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറയപ്പെടുന്ന സീറ്റ്. ആ സീറ്റ് ഒരു കാരണവശാലും കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് K മുരളീധരൻ. അപ്പൊ ഇവിടെ വന്നത് സ്റ്റാർ അല്ലേ? ആണ്. അതിലും സ്റ്റാർ ആണ് വന്നത്. ഞങ്ങളെടുത്ത തീരുമാനം അവിടെ BJP-യെ പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിലിനേക്കാളും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി K മുരളീധരനാണ്. ഇവിടെ
ഇവിടെ ഷാഫി പറമ്പിലായാലും കെ മുരളീധരനായാലും UDF ഐക്യജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും ജയിച്ചു വരാനുള്ള കളം ഇവിടെയുണ്ട്. അതുകൊണ്ട് വടകര സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി കൺഫ്യൂഷനുമില്ല, ആശങ്കയുമില്ല, ഭയമില്ല. കെ ശൈലജ ടീച്ചർ നിപ്പ പ്രതിരോധത്തിലൂടെ, കോവിഡ് പ്രതിരോധത്തിലൂടെ ഇപ്പോഴും സ്ത്രീ മനസ്സുകളിൽ ഒരു വലിയ നേതാവാണ്. അതൊക്കെ നമ്മള് അതിന്റെ എന്താ പറയാ ഒരു PR വർക്കിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പൊയ്മുഖമുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ശൈലജ ടീച്ചറുടെ അഴിമതിയെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഒറ്റ കാര്യം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തി തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിന്ന് വിട്ടുപോയി എന്ന് കേൾക്കുന്നുണ്ടല്ലോ. ശരി, ഒരു മിനിറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വടകരയുണ്ട്. അരമണിക്കൂറിന് ഉള്ളിൽ അരുൺകുമാറിനെ കാണാൻ അദ്ദേഹം ഇവിടെ വരും ചെയ്യും. അദ്ദേഹം ഇവിടെ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ ഞാൻ ചോദിക്കുന്നു ശൈലജ ടീച്ചറുടെ കോവിഡ് കാലത്തെ അദ്ദേഹത്തിന്റെ കരുതൽ. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ മരിച്ചിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ് കേരളമാണ്. ഒന്ന് മഹാരാഷ്ട്രയാണ്. കേരളവും മഹാരാഷ്ട്രയും തമ്മിൽ ഏകദേശം കേരളത്തെക്കാൾ 3 ഇരട്ടി ജനസംഖ്യയുണ്ട് മഹാരാഷ്ട്രയിൽ. 28,000 മരണങ്ങൾ 28,000 മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ്. 28,000 മരണങ്ങൾ പബ്ലിഷ് ചെയ്യാതെ മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ച ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. ആ ശൈലജ ടീച്ചർ അന്തർദേശീയ തലത്തിൽ ഇപ്പോഴും കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം മികച്ചതാണെന്നാണല്ലോ അഭിപ്രായം. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം മികച്ചതാണ് എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ മരണപ്പെട്ട ആളുകൾ 2ാം സ്ഥാനമാണ് കേരളം. നിങ്ങൾ ഉത്തർപ്രദേശിലെ ഈ ഗംഗയിലൂടെ ഉത്തർപ്രദേശ് പോലെയോ അല്ലെങ്കിൽ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെയുള്ള കേരളം ആരോഗ്യ രംഗത്ത് മികച്ചു നിൽക്കുന്ന സ്റ്റേറ്റ് ആണ്. അപ്പൊ മികച്ചതായിരുന്നില്ല അതല്ല. ആരോഗ്യ രംഗത്ത് 5 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണം കൊണ്ട് മികച്ചതല്ല. കാലാകാലമായി വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, സാമൂഹ്യ ബോധ രംഗത്ത്, അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം, സാമൂഹ്യ ശുചിത്വം, ഇതിലൊക്കെ കേരളം ലോകത്തിൽ നമ്പർ 1 ആണ്. പക്ഷേ അതിലൂടെ പ്രവർത്തനം മാത്രമാണ് കെ ശൈലജയുടെ പ്രതിച്ഛായ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു സംശയം, ഈ മാക്സസ് പുരസ്കാരം കിട്ടിയത് PR വർക്കാണോ? അന്തർദേശീയ അംഗീകാരം കിട്ടിയത് അന്തർദേശീയ അംഗീകാരത്തെ കുറിച്ചൊക്കെ അന്തർദേശീയ അംഗീകാരം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഏത് തരത്തിലുള്ള അംഗീകാരമാണ് എന്നൊക്കെ ജനങ്ങൾക്കറിയാം. അതൊക്കെ വിദേശികളായ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് രൂപപ്പെടുത്തിയെടുത്തുള്ള ചില അവാർഡുകളാണ്. അത്രേ ഉള്ളൂ. അതിനൊന്നും വലിയ സത്യൻ, ഈ മണ്ഡലത്തിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ കടുത്ത മത്സരം LDF UDF തമ്മിലാണെന്നുള്ളതാണ് പരക്കെ നാട്ടിലുള്ള സംസാരം. പക്ഷേ എങ്കിലും നിങ്ങളൊരു പ്രധാനപ്പെട്ട മുന്നണിയായി കെ സുരേന്ദ്രനത്തിന് രാഹുൽ ഗാന്ധിക്കൊപ്പം വയനാട്ടിൽ മത്സരിക്കാൻ വിട്ടുകൊടുത്തതോടുകൂടി മത്സരത്തിൽ നിങ്ങൾ സജീവമാണ് എന്നതാണ് എന്റെ അഭിപ്രായം. പക്ഷെ അറിയേണ്ടത്, നിങ്ങൾക്ക് എന്തിന് വടകരയിലെ ജനങ്ങൾ വോട്ട് ചെയ്യണം? ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യേണ്ടത്. എന്തിന്? കാരണം മറ്റു 2 മുന്നണികൾ, എന്റെ ഇടതുഭാഗത്ത് 2 മുന്നണികൾ, ഒരാൾ 4 സീറ്റിനും മറ്റൊരാൾ 40 സീറ്റിനും, ഞങ്ങൾ 400 സീറ്റിനാണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പറയാൻ 100 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുന്ന അതിലൊരു സംശയമില്ല. അപ്പൊ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ടും വരാം, പ്രതിപക്ഷ നേതാവായിട്ടും തിരിച്ചു വരാം. അത് വരാം. പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ പ്രധാനമന്ത്രിയായിട്ട് വരും, 100 ദിവസത്തെ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. 100 ദിവസത്തെ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. ഇവര് 2 പേര് ജയിച്ചു. 2 MLA-മാരാ, നിലവിൽ MLA-മാരാ. ഒന്ന് നമുക്ക് വലിയ നഷ്ടം ഉണ്ടാവും. രണ്ടാമത്തെ ഇവർ 2 പേരും നമ്മളെ വാളയാർ അതിർത്തി കടന്നാൽ ഒന്നാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവര് കഴിഞ്ഞ 20 പേര് പോയിട്ടും പാർലമെന്റിൽ ഓരോ ചോദ്യം പോലും ചോദിക്കാതെ ഒന്നും ചെയ്യാതെ ഉള്ള അവസ്ഥയുള്ളത്. നിങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളെ മുഴുവൻ സസ്പെൻഡ് ചെയ്തില്ലേ സാർ? ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രം കാണാത്ത വിധത്തിൽ ചോദ്യം നിങ്ങൾക്ക് ഭയമല്ലേ സാർ? രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് ചോദ്യം ചോദിച്ചതോടുകൂടി അദ്ദേഹത്തെ ലോക്സഭാംഗത്വം അയോഗ്യത കൽപ്പിച്ചില്ലേ? പാർലമെന്റിലെ നിയമത്തിന് വിരുദ്ധമായി ചെയ്ത പാർലമെന്റിലെ നിയമം ഉപയോഗിച്ച് തന്നെ പ്രവർത്തിക്കും. നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിയുള്ളത്. അല്ലാണ്ട് കേരളത്തിലെ നിയമസഭ ചവിട്ടിപ്പൊളിച്ച ശിവൻകുട്ടീനൊക്കെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട അതല്ല ഇവിടെ ഉള്ളത്. നട്ടല്ലുണ്ട് ഇവിടെ. അവർക്കത് നടപടിയെടുക്കും. അല്ലാണ്ട് ആ കേസിനെതിരെ പിണറായി സർക്കാർ കോടതിയിൽ പോയിട്ട് പിൻവലിക്കാൻ സുപ്രീം കോടതിയിൽ പോയി കാലഘട്ടമായത്. ആ സമയത്ത് നട്ടലുള്ള പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാര് തോന്നിവാസം കാണിച്ചാൽ നിയമപരമായി നേരിടും. ഒറ്റ ചോദ്യം, ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ 6060 കോടിയുടെ അഴിമതിയുമായിട്ടല്ലേ നിങ്ങളുടെ പാർട്ടി നിൽക്കുന്നതെന്ന് ഇവിടുത്തെ വോട്ടർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഞങ്ങള് കൃത്യമായിട്ട് മറുപടി പറയും. എന്ത് മറുപടി? എന്താണ് ഇലക്ട്രൽ ബോണ്ട്? എന്താ അഴിമതി? എന്താ അഴിമതി? കൈക്കൂലി? എന്താ എവിടാ രാഷ്ട്രീയമായ എന്തെങ്കിലും അഴിമതിയോ എന്തുണ്ടെങ്കിൽ സുപ്രീം കോടതി കണക്ക് കൊടുക്കോ? ഏതെല്ലാം പാർട്ടികൾക്ക് എത്ര രൂപ കൊടുത്തുള്ള കൃത്യമായ കണക്കുണ്ട്. ആര് കൊടുത്തു?
ഇവിടുത്തെ പല ആര് കൊടുത്തു? കോർപ്പറേറ്റ് എപ്പോ കൊടുത്തു? ആര് കൊടുത്തു? ആര് കൊടുത്തു? ആര് കൊടുത്തു? സുപ്രീം കോടതി കൃത്യമായി കണക്കില്ലേ? ഇലക്ട്രൽ ബോർഡിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ആരാർക്ക് കൊടുത്തു എന്ന് ആരും അറിയരുത്. അതാണ് ഇലക്ട്രൽ ബോർഡ്. അല്ലല്ല, BJP കണക്ക് കൊടുത്തോ? BJP കണക്ക് കൊടുക്കുന്ന ആവശ്യപ്പെട്ടാ കൊടുക്കും. ആവശ്യപ്പെട്ടിട്ട് SBI ആദ്യ ഘട്ടത്തിൽ കൊടുക്കാൻ സമ്മതിച്ചോ? BJP ഭരിക്കുന്നത്. നിങ്ങൾ കൊടുത്തോ? ഞങ്ങളല്ല കൊടുക്കണ്ടേ? നിങ്ങൾ ഇതുവരെ പറഞ്ഞോ? വക്കീൽമാരാ കൊടുക്കേണ്ടത്. പറഞ്ഞോ? BJP ഒറ്റ ചോദ്യം. അരവിന്ദ് കെജ്രിവാളിനെ നിങ്ങൾ പിടിച്ച് അകത്തിട്ടിരിക്കുന്ന അതേ കേസിലെ മുഖ്യപ്രതിയായ ശരത് ചന്ദ്ര റെഡ്ഡിയുടെ കയ്യിൽ നിന്ന് 59 കോടി വാങ്ങിയത് BJP അല്ലേ? അരവിന്ദ് കെജ്രിവാളാണ് ഞങ്ങൾ അകത്തിട്ടല്ല. അരവിന്ദ് കെജ്രിവാൾ ഇവിടുത്തെ നിയമ സംവിധാനം അനുസരിച്ച് ED ആണ് അകത്തിട്ടത്. സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് പോയല്ലോ, കിട്ടിയോ? അയാളൊരു മന്ത്രി ഒരു കൊല്ലായി ജയിലിൽ കിടക്കുന്ന കിട്ടിയോ? എന്തുകൊണ്ടാ? നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ജയിലിൽ കിടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് 400 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന മോദിക്കായിരിക്കണമെന്നാണ് ഞങ്ങള് ഇന്ത്യയിൽ 543 സീറ്റിൽ മത്സരിക്കുന്നത് മോഡിയാണ് മത്സരിക്കുന്നത്. പ്രഫുൽകൃഷ്ണൻ അതിന്റെ പ്രതിനിധി മാത്ര. ഇന്ത്യയിലെ ജനങ്ങള് ഇവിടെ സർവേ നടന്ന സമയത്ത് 35% ആൾക്കാർ നരേന്ദ്രമോദിനെ പിന്തുണയ്ക്കാൻ ഈ കേരളത്തിൽ തയ്യാറാ. അങ്ങനെ കേരളത്തിൽ ഈ വടകരയിലും പിന്തുണയ്ക്കും. ആ നരേന്ദ്രമോദി വന്ന സമയത്ത് 2 സീറ്റ് കിട്ടുന്നു. ആ 2 സീറ്റാണ്. അത് 0 നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, നിങ്ങൾ ഇടതുപക്ഷക്കാർക്ക് വ്യാഖ്യാനിക്കാം. 2 സീറ്റ് പെട്ട ഒരു സ്ഥലമാണ് വടകരയും. അപ്പൊ എത്ര 2 കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നത്? 2 എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, 10ലധികം സീറ്റ്. ഇവിടെ UDF ജയിച്ചാൽ BJPയിലേക്ക് വരുമെന്നാണോ നിങ്ങൾ കണക്കൂട്ടിയത്? BJP UDF ജയിക്കുന്ന കാര്യമില്ലല്ലോ. അങ്ങനെ ജയിക്കുന്ന ഉറപ്പുണ്ട്. അയാൾ ഓടുവോ? തൃശ്ശൂരേക്ക് ഓടുവോ? കഴിഞ്ഞ 5 കൊല്ലായിട്ട് ഒരു വികസന പ്രവർത്തനം നടത്താൻ മുരളീധരൻ ഓടണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ കാരണമുണ്ട്. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചാൽ മറ്റുള്ളവരിലേക്ക് പോകാം. പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയം വടകര ചർച്ചയാവൂലേ? ഇവിടെ 26% മുസ്ലിം വിഭാഗമുണ്ട്. പൗരത്വ ഭേദഗതി ബില്ല് ചർച്ചയാവണം. അതിന്റെ പേരിലാണ് ഇന്ന് തുടക്കം തന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ പ്രസംഗിച്ചു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഞങ്ങളാ സംരക്ഷിച്ചത്. ഇന്ത്യയിൽ മൊത്തം വോട്ട് ചെയ്ത് 1% വോട്ട് കിട്ടാത്ത ഇവരാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷം സംരക്ഷിക്കുന്നത്. ആണോ? പശ്ചിമ ബംഗാൾ പോയി, ത്രിപുരയിൽ പോയി, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആരാ സംരക്ഷിക്കുന്നത്? ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഭയം. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് മുസ്ലിങ്ങളെ എങ്ങനെ പ്രീണിപ്പിച്ച് വോട്ട് നേടാൻ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും തന്ത്രങ്ങൾ മാത്രം. ഇന്ത്യയിൽ ഒരു മുസ്ലിമിനും പൗരത്വത്തിന്റെ പേരിൽ പുറത്തു പോകേണ്ടി വരില്ല, ചോദ്യം ഉണ്ടാവില്ല. സംശയം ചോദിക്കട്ടെ, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് അഭയം തേടിയെത്തിയ തസ്ലീമ നസ്രിൻ എന്ന് പറയുന്ന എഴുത്തുകാരിക്ക് ഈ പൗരത്വ നിയമം കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവും? തീർച്ചയായും ഉണ്ടാവും. എന്തെങ്ങനെ ഉണ്ടാവും? തീർച്ചയായും ഉണ്ടാവും. അവിടുന്ന് മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കട്ട് വന്നാണെങ്കിൽ ഇവിടെ പൗരത്വം കൊടുക്കും. എങ്ങനെ കൊടുക്കും? എന്താ കൊടുക്കുന്നത്? നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് 6 മതത്തിൽ മുസ്ലിം ഇല്ല അല്ല. പ്രശ്നം സിമ്പിളാ ചോദ്യം. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ബംഗ്ലാദേശിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടു വന്ന തസ്ലിമ നസ്രിന് നിങ്ങൾക്ക് ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ട് പൗരത്വം കൊടുക്കാൻ പറ്റില്ല? കൊടുക്കാൻ പറ്റില്ല. എന്താ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൊടുക്കൂ. അവര് ന്യൂനപക്ഷ വിഭാഗമല്ല. മതപീഡനമല്ല വിഷയം. അല്ല, മതപീഡനം ന്യൂനപക്ഷ വിഭാഗമാണ് വിഷയം. എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്. ബംഗ്ലാദേശിൽ നിന്ന് മതപീഡനം കൊണ്ട് തസ്ലിമ നസ്രിൻ നമ്മൾ അഭയം കൊടുത്ത് എന്തുകൊണ്ടാണ്? അവർ മതപീഡനം പൗരത്വം കൊടുക്കൂ? പൗരത്വം കൊടുക്കില്ല. നമ്മളെ ഈ പൗരത്വ ബില്ല് വരെ അവർ കൊടുക്കില്ല. കാരണം അത് കൃത്യമായ ഒരു ചട്ടക്കൂട്ടിനുള്ള പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷത്തിന് ആ ന്യൂനപക്ഷം ആരാ? അവിടുത്തെ ന്യൂനപക്ഷം പാകിസ്ഥാൻ ന്യൂനപക്ഷം ആരാ? പീഡിപ്പിക്കപ്പെടുന്ന അവിശ്വാസികളോ? ഏതാ വിശ്വാസികൾ? ഈ തസ്ലിമ നസ്രിനെ പോലെ എങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല? എന്തുകൊണ്ട് സാർ? ചട്ടക്കൂടുണ്ടെന്നേ. ആ ചട്ടക്കൂട് മതത്തിന്റെ ചട്ടക്കൂടാണെന്നുള്ളതാണ് വാദം. പാകിസ്ഥാനിൽ പീഡിപ്പിക്കപ്പെടുന്ന ആരാ? പാകിസ്ഥാൻ വിഭജന സമയത്ത് 26% താങ്കളെ ഉത്തരം പറഞ്ഞു. വടകരയിൽ അത് ചർച്ചയാവില്ല. നമ്മൾ വോട്ടർമാരിലേക്ക് കൂടി പോയിട്ട് വരാം. എന്താ സാധ്യത? എന്തുകൊണ്ട്? പെട്ടെന്ന് തട്ടല്ലേ, പറഞ്ഞോണേ. ചോദ്യം ഇടതുപക്ഷ പ്രതിനിധിയോടാണ് ചോദ്യം. കേരളത്തിന് പുറത്ത് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചാണ് CPM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. എന്നാൽ കേരളത്തിലെത്തുമ്പോൾ ചിത്രം മാറുകയാണ്. വയനാട്ടില് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തയായ ആനിരാജയെ മത്സരിപ്പിക്കുന്നതിന്റെ നിന്ന് എന്ത് സന്ദേശമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകാൻ? അതെ, എന്താണ് രാഷ്ട്രീയം? ഉത്തരങ്ങൾ ഏറ്റവും ഒടുവിൽ പറയാമോ? ഉത്തരങ്ങൾ ഏറ്റവും ഒടുവിൽ ഇവിടെ എന്താണ് UDFന്റെ പ്രതിനിധിക്ക് പറയാനുള്ളത്? പറഞ്ഞോ.
1300 കോടി ആ. ഈ കോവിഡ് സമയത്ത് ആ. PP കിറ്റ് 250 രൂപ വിലയുള്ള PP 460 അല്ല അതാണ് ലോകായുക്തയിലെ പരാതിയാണെങ്കിൽ 460. അത് 1500 റുപ്യക്ക് വാങ്ങി. ആ. 1500 റുപ്യക്ക് കോടിക്കണക്കിന് വാങ്ങി. ആ. മാസ്ക് റേറ്റ് 14 രൂപ. ഞാൻ ചോദിക്കുന്നത് ഈ കോവിഡ് സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. എല്ലാവരും വീട്ടിൽ അടച്ചുകൂടി ഭീകരാന്തരീക്ഷമാണ്. കാരണം ഏത് സമയവും മരണം, ഒന്ന് വലിവ് വന്നാൽ ഒരു ചുമ വന്നാൽ മരിക്കും എന്നുള്ള ഭയമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ PP കിറ്റിന്റെ മറവിൽ, അതുപോലെ ഈ മാസ്കിന്റെ മറവിൽ 1300 കോടി രൂപ അഴിമതി നടത്തിയത്. ബഹുമാനപ്പെട്ട നമ്മുടെ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറോട് ചോദിച്ചപ്പോ അത് ഞാനല്ല, മുഖ്യമന്ത്രിയാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇത്രയും അഴിമതി നടത്തിയ ആളെയാണോ നാളെ പാർലമെന്റിലേക്ക് അയക്കേണ്ടത്? ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുക. ഇത്രയും അഴിമതി നടത്തി ഇതുപോലെ ജനങ്ങളെ പറ്റിച്ച, അതും ജനങ്ങൾ ഭീതിയോടുകൂടി മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന, ഏത് നിമിഷവും മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സാർ ഇവരെ വീണ്ടും വിശ്വസിച്ചിട്ട് പാർലമെന്റിലേക്ക് അയക്കുക? മറിച്ചൊരു ചോദ്യം, ഭീതിതമായ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ജീവൻ രക്ഷിക്കുമോ? മാർക്കറ്റ് വില അന്വേഷിക്കാൻ പോകുമോ? സ്വാഭാവികം. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അത് ആളുകൾക്ക് ജനങ്ങളുടെ പൈസ, നികുതി പണമാ. ആ നികുതി പണം കൊണ്ട് കൂടുതൽ ആളുകൾ PP കിറ്റും കൂടുതൽ മാസ്കും വാങ്ങി. ഈ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം ആയിരുന്നില്ലേ കോവിഡ്? ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. PP കിറ്റ് നമ്മളാരും കേട്ടിട്ടില്ലല്ലോ. നിപ്പ വന്നില്ലേ? നിപ്പ വന്നപ്പോൾ ലോകത്തിൽ തന്നെ നിപ്പ വന്ന് ബാധിച്ച് മരിച്ച ആളുകൾ ഇവിടെയുള്ള പേരാമ്പ്രയാ. അല്ല, എന്റെ സംശയം ചോദിച്ചോട്ടെ. അതിൽ വ്യക്തത വരുത്താനാണ് ലോകായുക്തയുടെ കയ്യിൽ കിടക്കുന്ന ഒരു പരാതിയാണ്. ആ പരാതിയിൽ 50,000 ഗ്ലൗസുകൾ പറഞ്ഞിട്ട് 40,000 ഓർഡർ ചെയ്തപ്പോഴേക്കും വില കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ 10,000 ആക്കിയത് കുറച്ചില്ലേ? എങ്ങനെ കുറഞ്ഞു എന്നുള്ള മനസ്സിലാക്കണം. എങ്ങനെ കുറഞ്ഞു? അപ്പോൾ പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ്. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? ആ അഡ്ജസ്റ്റ്മെന്റ് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയില്ലേ? മുഖ്യമന്ത്രിയിലേക്ക് എത്തിയപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് കൊണ്ടാണ് ഞാനത് വാങ്ങിച്ചതെന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ക്യാബിനറ്റ് ഡിസിഷൻ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ക്യാബിനറ്റ് ഡിസിഷൻ ആണെങ്കിൽ ആദ്യം നമ്മൾ വാങ്ങുമ്പോ അതിന്റെ പർച്ചേസ് വാല്യൂ നോക്കും, അത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യും. ഇതൊന്നും ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മാത്രം അടച്ചിട്ട റൂമിൽ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനം. ആരോപണം വടകരയിൽ ഇനി ഇവിടെ എന്താണ് പ്രതികരണം? പറഞ്ഞോളൂ. വടകരയിൽ അപ്പൊ കോവിഡ് ഒരു വലിയ വിഷയമാണ്. അതായത് ഇപ്പൊ അടുത്തായിട്ട് ഇറങ്ങിയ ദേശരക്ഷാ നിയമമുണ്ടല്ലോ, ആ നിയമവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിയോടാ ചോദിക്കാനുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് നടപ്പിലാക്കില്ല എന്ന് പറയുന്നു, ജനത രജിസ്റ്റർ കൊണ്ടുവരില്ല എന്ന് പറയുന്നു. ഇത് എങ്ങനെയാണ് കേരളത്തിൽ കഴിയുക? പൗരത്വ രജിസ്റ്ററിന്റെ കാര്യത്തിൽ നടക്കത്തില്ല. അതെ, പൗരത്വ ഇത് എങ്ങനെയാണ് സുപ്രീം കോടതി പോയി അതായത് കോടതി പോയി എന്ന് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം ഇന്ത്യൻ ഭരണഘടനക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി നടപ്പിലാക്കില്ല എന്ന് തന്റെ ഇടത്തോടെ പറയുന്നു. 3 ചോദ്യങ്ങൾ ഇടത് മുന്നണിക്കാണ്. അടുത്ത ചോദ്യം എനിക്ക് BJP പ്രതിനിധിയോടാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ 4 ബില്ലുകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മണി ബില്ലാക്കിയിട്ടാണ് നിയമ ഭേദഗതി നടത്തിയത്. അപ്പൊ 1951 പ്രാന്ത്യ നിയമം ഭേദഗതി ചെയ്ത് എന്തിനാണ്? കാരണം 20,000 രൂപയുടെ മേലെയുള്ള ഈ സംഭാവനകളെ ഇവിടെ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ സംഭാവന കൊടുക്കുന്ന ആളുടെയും പേര് ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ആ നിയമം. അത് ഭേദഗതി ചെയ്യാൻ എന്താണ് സാഹചര്യം? ഇത് തീർത്തും അഴിമതിയല്ലേ? ഇലക്ട്രൽ ബോണ്ട് അഴിമതിയല്ലേ എന്നുള്ളതാണ്. ഇവിടെ എന്താ എന്തെങ്കിലും പ്രതികരണം? എന്താണ് വടകരയിൽ എന്താ സാധ്യത? എന്തുകൊണ്ട്? വടകരയില് പാർലമെന്റിനകത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ 18 MP കേരളത്തിൽ നിന്ന് പോയപ്പോ എന്തെങ്കിലും ഒരു കമാന്ന് അക്ഷരം വേണ്ടിയോ? ഞാൻ ഉദാഹരണം പറയുന്നത്, എയർ ഇന്ത്യ വിറ്റപ്പോ ഈ കേരളത്തിലെ സംസ്ഥാനമാണ് കേരളത്തിൽ ഈ സീസൺ അനുസരിച്ച് ടിക്കറ്റ് വില വർദ്ധിപ്പിക്കുന്നതിനെതിരായി കേരളത്തിൽ നിന്ന് പോയ MP ആരെങ്കിലും ഒരാൾ, AM ആരിഫ് അല്ലാതെ ആരെങ്കിലും ഒരാൾ ഇതിനെതിരായി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിനായി എന്തെങ്കിലും അക്ഷരം സംസാരിച്ചു? പൊതുമേഖല കോൺഗ്രസിനുള്ള ചോദ്യം. അടുത്ത ചോദ്യം. ഇടതുപക്ഷം ഇത്രയും നല്ല ഭരണം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞോ? എന്ത് വാക്കാ? ഇവിടെ ഇപ്പം അരി ഇത് കൊടുക്കാന്ന് പറഞ്ഞു, അതായത് റൈസ് കൊടുക്കാന്ന് പറഞ്ഞു. എവിടെ വന്നു? സപ്ലൈകോയില് ഇതുവരെ വന്നിട്ടില്ലല്ലോ. സപ്ലൈകോ 13 സാധനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ സ്ഥിതി എന്താ? സാധനം ഉണ്ടോ? ഒരു സാധനവും ഇല്ല. ഇപ്പൊ വില കൂട്ടി കൊടുക്കാന്ന് പറയുന്നത്. അതിന്റെ സ്ഥിതി എന്തായി? പോകുന്ന വോട്ടറെ LDF വോട്ട് ചെയ്യൂല. ഇല്ല, വോട്ട് ചെയ്യില്ലല്ലോ. അതുപോലെ പിന്നെ വാക്കുകൾ എന്തെങ്കിലും പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
പെൻഷൻ പദ്ധതികൾ ഓരോ വർഷവും ഓരോ മാസവും വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞു. എന്തായി 6 മാസമായില്ലേ കൊടുക്കാത്തത്? 1 മാസത്തെ കിട്ടി. 3 മാസം UDF കൊടുക്കാതിരുന്നപ്പോൾ ഇവിടെ ബഹളം വെച്ച് വോട്ട് നേടിയിട്ട് 6 മാസമായിട്ടും കൊടുക്കാതായില്ലേ? നിങ്ങൾ വിടുക, എന്നാലും എനിക്ക് പറയാം. ഇവിടെ ന്യൂനപക്ഷ വേട്ട എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടു കൂട്ടരും എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. UDFന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ആന്റണിയുടെ മകന് മനസ്സിലായി ഇതിന് വിലപ്പോവില്ല എന്ന്. കരുണാകരന്റെ മകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും മത്സരിക്കുന്നതിൽ നല്ലത് നിങ്ങൾ രണ്ടാളും ഒത്തുചേർന്നുകൊണ്ട് ഇവിടെ BJP ആയിട്ട് മത്സരം നടത്തുകയല്ലേ നിങ്ങൾക്ക് നല്ലത്. അതെ, അതാണ് ചോദ്യം. നിങ്ങൾ എന്തിന് രണ്ടായി മത്സരിക്കുന്നു? ഇനിയുമുണ്ട് ചോദ്യങ്ങൾ വടകരയ്ക്ക്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും ചോദ്യങ്ങളിലേക്കും അതിനുശേഷം ഉത്തരങ്ങളിലേക്കും. വടകരയിൽ നിന്നും റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം വടകരയിൽ പയ്യോളിയിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം തത്സമയം ചേരുന്നു. 2 പ്രതികരണങ്ങളിലൂടെ വളരെ പെട്ടെന്ന് ചുരുക്കി. ആരോടാ ചോദ്യം? ചോദിച്ചോ. കോൺഗ്രസ് പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. കോൺഗ്രസ് പ്രതിനിധിക്ക് വടകര മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കില്ല എന്നുള്ളത് ബോധ്യം ഇപ്പം ഇവിടെ വന്ന് ആണോ? ശൈലജയോ പ്രഫുല്ലകൃഷ്ണനോ വിജയിക്കുക? അല്ല, അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് അദ്ദേഹം കുറച്ച് മുമ്പേ പറഞ്ഞത് വടകരയുള്ള വോട്ട് BJPയുടെ വോട്ട് ശൈലജ ടീച്ചർക്ക് മറിച്ചു കൊടുക്കുക, അതിന് ബദലായിട്ട് സുരേഷ് ഗോപി നിൽക്കുന്ന തൃശൂർ മണ്ഡലത്തിലെ അത് LDFന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് ചെയ്യാന്ന്. അത് അടച്ചിട്ട മുറിയിൽ വെച്ച് BJP നേതാക്കന്മാർ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു. ഏത് നേതാവ് ഏത് അടച്ചിട്ട മുറി എന്നാ ചർച്ച ചെയ്തെന്ന് ഇദ്ദേഹം പറയണം, അല്ലെങ്കിൽ ആക്ഷേപിക്കലാണ് അല്ലേ? ഓക്കെ, അതിന് മറുപടി യൂണിഫോം ചോദിച്ചോ. ആരോടാ? 18 മാസം പെൻഷൻ പണം ഇവിടെ UDF അധികാരത്തിലുള്ള സമയത്താണ് കൊടുക്കാനുള്ളത്. 18 ഇല്ല കേട്ടോ. കൊടുക്കാതെ 3 18 മാസം പൈസ കൊടുക്കാനുണ്ടായിട്ട് അത് UDFന്റെ ഭരണകാലം കൊടുത്തില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 18 മാസം പൈസ കൊടുത്ത് അത് ചിന്തിക്കണം. ഈ 5-6 മാസം പൈസ കൊടുക്കാണ്ട് ആട് നിലവിളി. പിന്നെ ഒരൊറ്റ വർത്തനം, ഈ മുരളീധരൻ അടിപ്പാത ഉണ്ടാക്കാന്ന് പറഞ്ഞ് പോയ പോക്ക പിന്നെ ബാങ്ക് കണ്ടിക്കില്ല. എന്താ ഇവിടുത്തെ ഒരു സാധ്യത? ഈ KK ശൈലജ ടീച്ചർ കോവിഡ് കാലത്ത് അഴിമതി നടത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഒന്ന് ചേർന്ന് മുമ്പോട്ട് വന്നേ. ഒരിക്കലും ഇല്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞു VP കിറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി നടത്തിയിട്ടുണ്ടെന്ന്. എനിക്ക് പറയാനുള്ളത് നമ്മളെ ഇതുവരെ പിന്നെ കോവിഡ് പ്രതിരോധം കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BP കിറ്റ് ഇപ്പൊ ED നിലവില് കേരളത്തില് മന്ത്രിമാരൊക്കെ നിരങ്ങുകയാണ് എല്ലാ ഇതിലും കയറിയിട്ട്. പക്ഷെ എന്തെങ്കിലും ഒന്ന് തെളിയിക്കാൻ ഇപ്പോഴെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പറയണം, നിങ്ങൾ പറയണം. പിന്നെ BJP-നോടാണ് മാസപ്പടി കേസിൽ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. BJP-യോടായിട്ടാണ് ബന്ധപ്പെട്ട് പറയാനുള്ളത്. BJP-ആയിട്ടാണ് ബന്ധപ്പെട്ട് മണിപ്പൂർ വിഷയത്തിൽ എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തത്? മണിപ്പൂർ വിഷയത്തിൽ എന്ത് നിലപാടാണ്? നാരീശക്തി പറയുന്ന BJP എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ചോദിച്ചോളൂ. എനിക്ക് കോൺഗ്രസിനോടാണ് ചോദിക്കാനുള്ളത്, രാഹുൽ ഗാന്ധി എന്തിനാ സ്വന്തം നാടും വിട്ടിട്ട് കേരളത്തിലെ മാനന്തവാടിയിൽ വന്ന് മത്സരിക്കുന്നത്? അയാൾക്ക് നാട് സ്വന്തം പിറന്ന നാട്ടില് BJP-ക്കെതിരായിട്ട് മത്സരിച്ച് കേരളത്തെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. ചോദിച്ചോ. ഹലോ, എനിക്ക് ചോദിക്കാനുള്ളത് CPM-ന്റെ പ്രതിനിധിയോടാ. ഇത്രയേ ഉള്ളൂ. അതാണ് CA ആയി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ വളരെ വലിയൊരു ആശങ്കയിലാണ്. ആ ആശങ്ക ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് AK ബാലൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളുടെ ചിഹ്നത്തിന് വേണ്ടി വോട്ട് ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രേ ചോദ്യം. പദവിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ. ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഇത്രയും ആശങ്കയിൽ നിൽക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത്? നിങ്ങളുടെ ദേശീയ പാർട്ടി പദവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് ചോദ്യം. അതാണ് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി. ഇനി 3 പേർക്ക് ഒറ്റ ചോദ്യം കൂടി, അതിനുശേഷം മറുപടി പറഞ്ഞോ. ഹലോ, ഞാൻ ചോദിക്കുന്ന കാര്യം അറിയാം. ഇവിടെ കാലാകാലായിട്ട് കോൺഗ്രസും BJP-യും മത്സരിക്കുന്നുണ്ട്. CPM-നോടെ ഈ ഇവിടുന്ന് CPM-ന്റെ കോൺഗ്രസ് സുഹൃത്ത് ജയിച്ചു പോയാല്, കോൺഗ്രസ് സുഹൃത്ത് 20 സീറ്റിൽ ജയിച്ചു പോയാല് പിറ്റേന്ന് തന്നെ ആ സീറ്റ് വിൽക്കൂലേ? ഷാഫി പറമ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. ജയിക്കൂല. ഓൻ ആരാ? ഓൻ അങ്ങനെ ആടെ ബോട്ട് വിറ്റിട്ട് വന്നേ. ആടെ ബോട്ട് വിറ്റിട്ട് ഓനെ കോൺഗ്രസിന്റെ ആളാക്കിയ ഒരാളുണ്ട്. ഓൻ മരിച്ചു പോയിട്ട് ഓനെ കാണരുത് മറ്റി അങ്ങനത്തെ ഈ ബോട്ട് കോൺഗ്രസ് ഇല്ലേ ജയിച്ചാൽ ഈ ബോട്ട് വിറ്റിട്ട് ഓല് പോകും. അതാണ് സംശയം. താമര വിരിയോന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോ, പെട്ടെന്ന് ചോദിച്ചോ. എനിക്ക് ചോദിക്കാനുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായ മാഷോടാണ്.
അതായത് പൗരത്വ ഭേദഗതിക്ക് എതിരെ ഭയങ്കര ഘോരഘോരം സംസാരിക്കുന്ന ഇടതുപക്ഷവും പിണറായി വിജയനും 1000 ചില കേസുകൾ UDF-ന്റെ പ്രവർത്തകരുടെ പേരിൽ എടുത്തിട്ടുണ്ട്. അത് ഇന്ന് വരെ പിൻവലിച്ചിട്ടില്ല. മറുപടികൾക്കല്ല, ചുരുങ്ങിയ വാക്കിൽ 2 മിനിറ്റ് സമയം. ദിവാരം മാഷ് 2 മിനിറ്റ്. സൂചിപ്പിക്കാനുള്ളത് വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരത്തെ ചിലതിന് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചപ്പം അത് വാളയാർ കടന്നാൽ കോൺഗ്രസും CPM-ഉം കൈപിടിച്ചാ പോകുന്നത് ആ ചോദ്യമാണ് വന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ മുഖത്ത് ഇടതുപക്ഷം എടുത്തൊരു തീരുമാനം, അഖിലേന്ത്യാ തലത്തിലെടുത്ത തീരുമാനം BJP-യെ താഴെ ഇറക്കുക എന്നുള്ള ഒന്നാമത്തെ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി CPM-ന് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ ആ തീരുമാനം നടപ്പിലാക്കി മുന്നോട്ട് പോകും. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം കൊടുത്താൽ പോരെന്നാണ് ചോദ്യം. എങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്താൽ പോരെ? കേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലയിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ ശക്തി ഈ പാർലമെന്റിനകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നിരവധി നിയമങ്ങൾ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഇതിനകം വന്നു കഴിഞ്ഞു. ഒരെണ്ണത്തിന് പോലും ശക്തമായ പ്രതിഷേധമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ അനിവാര്യമാണ്. പക്ഷേ സംശയം ദിവാരം മാഷ് നോക്കൂ, 18 പേരുള്ള നിങ്ങളുടെ MP-മാർ പോയി എന്തു മാറ്റം ഉണ്ടാക്കാനാണ്? 18 പേരുള്ള ഈ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് ഇന്ന് BJP-ക്കും കോൺഗ്രസിനും വലിയ തലവേദനയായി മാറിയത്. അതാണ് കേരളത്തിലെ ബദൽ രാഷ്ട്രീയം. ആ ബദൽ രാഷ്ട്രീയം BJP-യുടെ സാമ്പത്തിക നയത്തിനെതിരാണ്. കോൺഗ്രസ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആഗോളവൽക്കരണ നയത്തിന്റെ ബദലാണ് കേരളം കാണിക്കുന്നത്. ആ നയം അഖിലേന്ത്യാ തലത്തിൽ രൂപപ്പെടണമെങ്കിൽ 18 20 എത്രയാണോ ആളുകൾ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് പോകണം. മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത വലിയ വികസനം ഈ കേരളത്തിൽ ഉണ്ടാക്കി. അതുകൊണ്ടാണ് വാളയാറിന് പുറത്ത് ഞങ്ങൾക്ക് സ്വാധീനമില്ലെങ്കിൽ സ്വാധീനമുള്ളവനെ ഉപയോഗിച്ച് BJP ഇറക്കാൻ ഞങ്ങൾ പിന്തുണ നൽകും. രാഷ്ട്രീയ നിലപാട് വ്യക്തമാണ്. നോക്കൂ, ശൈലജ ടീച്ചറിനെ കോവിഡ് കാലത്ത് അഴിമതി നടത്തിയ ആൾ എന്ന രീതിയിലാണ് ഇപ്പോൾ UDF ചിത്രീകരിക്കുന്നത്. മറുപടി, കോവിഡ് കാലത്ത് നിലവിൽ എല്ലാവർക്കും അറിയുന്ന ഒരു നിയമമുണ്ട്. നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും മാറ്റിയിട്ട് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ തടയുന്ന രൂപത്തിൽ ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ് നാട്ടിലാകെ പരക്കുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആവശ്യമായ രൂപത്തിൽ ഇത് പടർന്നു പിടിക്കുമ്പോൾ ഏതൊക്കെ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ മെറ്റീരിയൽസ് ആവശ്യമുണ്ടോ അതൊക്കെ എത്ര കാശ് കൊടുത്താലും വാങ്ങാവുന്ന നിലയിലുള്ള തീരുമാനം ആ നിയമത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ചോദ്യം ഇതാണ്, 496 രൂപയ്ക്ക് കിട്ടുമായിരുന്ന PP കിറ്റ് 1560 രൂപയ്ക്ക് വാങ്ങിയത് ഒരു അഴിമതിയല്ലേ എന്നാണ് ചോദ്യം. അല്ല, സർക്കാർ ആശുപത്രികളിൽ കണ്ടമാനം രോഗികൾ കടന്നു വരുമ്പോൾ മെഡിക്കൽ ജീവനക്കാർക്ക് ആവശ്യമായ രൂപത്തിൽ ഇത് സപ്ലൈ ചെയ്യാനുള്ള കമ്പനികൾക്ക് അത്രയും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. ഇത് മാസീവായ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് ഓർഡർ കൊടുത്തപ്പോൾ അവര് വില കൂട്ടിയത് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആള് മരിക്കും എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റാഫിന് അങ്ങോട്ട് പ്രവർത്തനം നടത്താൻ ഡോക്ടർ ചെയ്യേണ്ട പണി വേറെ ആർക്കും കരാർ കൊടുക്കാൻ പറ്റില്ല. അവർക്ക് സുരക്ഷ ഉറപ്പ് കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഇത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇത്തരം തീരുമാനമെടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിൽ, ജർമ്മനിയിൽ, ഇംഗ്ലണ്ടിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചത്. ഈ സൗകര്യം ഒരുക്കാത്തത് കൊണ്ടാണ്. അതാണ് ഓക്സിജൻ സിലിണ്ടർ. ഈ കേരളത്തിൽ ഓക്സിജൻ സിലിണ്ടർ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഓക്സിജൻ കിട്ടാതെ ഡൽഹിയിൽ നൂറുകണക്കിന് ആളുകൾ തെരുവിൽ മരിച്ചു വീണു. അവരുടെ ശവമാണ് അനാഥമായി ഒഴുകിയത്. ആ പ്രതിസന്ധി ഒന്നും കേരളത്തിൽ ഉണ്ടായില്ല. കേരളത്തിൽ ഒരാൾക്ക് കോവിഡ് ആണെന്ന് പറഞ്ഞാൽ സർക്കാർ വാഹനം അയച്ചിട്ടാണ് FLTC-യിലേക്ക് കൊണ്ടുപോവുക. സർക്കാരാണ് ചികിത്സ കൊടുക്കുക. ഇന്ത്യയിൽ എവിടെയുണ്ട്? എവിടെയാണുള്ളത്? എവിടെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്? ഇവിടെ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ വളരെ കൃത്യമായി ഇവിടുത്തെ ആശുപത്രി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കുന്ന നടപടി ഉണ്ടായതാണ്. 28,000 ആളുകൾ മരിച്ചു കേരളത്തില്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കേരളമാ. അല്ലല്ല, കേരളത്തിൽ മരിച്ചതിന്റെ കണക്കിന് കൃത്യമായ കണക്കുണ്ട്. ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ ആരും പോയിട്ടില്ല. ബീഹാറിൽ ആരും ആശുപത്രിയിൽ പോയിട്ടില്ല. ഇവിടത്തെ ആശുപത്രി വികസനം പഞ്ചായത്ത് തലത്തിൽ വാർഡ് സമിതികൾ, RRT-കൾ എല്ലാ സംവിധാനവും കേരളത്തിൽ ഒരുക്കിയത് ഈ ശൈലജ ടീച്ചറാ. അതുകൊണ്ടാണ് ഒരാൾക്ക് പനി വന്നാൽ ശരി മുനീർ 2 ചോദ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യം, എങ്ങനെ നിങ്ങൾക്ക് വോട്ട് കൊടുത്താൽ വിശ്വസിക്കും കൈക്ക് താമര വിരിയൂല എന്ന്? ആദ്യം മാഷ് പറഞ്ഞതിന് ഉത്തരം പറയട്ടെ. ഇപ്പൊ മികച്ച ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ശൈലജ ടീച്ചർ എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. 2ാം പിണറായി ഗവൺമെന്റ് സർക്കാരിൽ എന്തുകൊണ്ട് ശൈലജ ടീച്ചറെ വീണ്ടും ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ഏൽപ്പിച്ചില്ല? എന്തിന് ശൈലജ ടീച്ചറെ മാറ്റി
ശൈല ടീച്ചറെ മാറ്റി വീണാർ ജോർജിനെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആക്കിയല്ലോ. അത്ര മികച്ച മന്ത്രിയാണെങ്കിൽ ആ പാവ ശൈല ടീച്ചറാ ഒരിക്കൽ കൂടി കേരളത്തിന് മന്ത്രിയാക്കായിരുന്നല്ലോ. ഒന്ന്. രണ്ട്, വിപണിയിൽ ഈ പയ്യോളി അങ്ങാടിയിൽ നമ്മളാരും അന്യ നാട്ടുകാരല്ല. കോവിഡ് കാലത്തും റോട്ടിൽ ഇറങ്ങി പൊതുപ്രവർത്തനം നടത്തിയ ആളുകളാണ് ഞങ്ങൾ. പയ്യോളി അങ്ങാടിയിൽ 460 രൂപക്ക് PP കിറ്റ് കിട്ടുന്ന കേരളത്തിലെ ഏത് കടയിലും കിട്ടുന്ന കാലത്താണ് 1500 പയ്യോളി നഗരത്തിൽ കോവിഡ് വരുന്ന സമയത്ത് 460 രൂപയ്ക്ക് PP കിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കോവിഡ് വരുന്നതിന് മുമ്പ് നിർമ്മിച്ചിട്ടുണ്ടാവണം. 1300 വാങ്ങിയത് സാർ, കോവിഡ് വരുന്നതിന് മുമ്പ് PP കിറ്റ് നമ്മൾ നിർമ്മിച്ചിട്ടില്ല. അല്ല, കോവിഡ് കാലത്താണ് പറയുന്നത്. കോവിഡ് കാലത്ത് ഈ പയ്യോളി അങ്ങാടിയിലും 460 രൂപ കിട്ടും. 7 രൂപക്ക് എവിടെയും ഗ്ലൗസ് കിട്ടും. 3 രൂപക്ക് ഹോൾസെയിൽ കിട്ടും. ആ സാധനമാണ് 14 രൂപക്ക് വാങ്ങിയത്. അതിന്റെ അഴിമതിയെ കുറിച്ച് ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസോ ലീഗോ UDF അല്ല, ആരാണ്? ലോകായുക്തയാണ്. അതേ അതിന്റെ വഴിക്ക് നിങ്ങട്ടെ. അതേക്കുറിച്ച് ഇവരെത്ര മായ്ച്ചു കളഞ്ഞാലും ആ അഴിമതി ഇല്ലാതാവാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ന്യൂനപക്ഷ സ്നേഹത്തെ കുറിച്ചാണ് ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. BJP-ലേക്ക് പോകുന്നതിനെ കുറിച്ച് ആയിക്കോട്ടെ, ന്യൂനപക്ഷ സ്നേഹത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ ന്യൂനപക്ഷ സ്നേഹത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. കേരളത്തിലെ എക്കാലത്തെ എടുത്തുള്ള നിലപാട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചു BJP-യും കോൺഗ്രസും തമ്മിൽ, BJP-യും CPM തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നുള്ളൊരു തെളിവെന്താണ്? അത് ഇന്ത്യയുടെ ചരിത്രമാണ്. 1977 കേരളത്തിൽ മുന്നണി ഉണ്ടാക്കി മത്സരിച്ചവരാണ് CPM-ഉം BJP-യും. ഒരു മിനിറ്റ്. ഉദുമയിൽ KG മാരാരായിരുന്നു സ്ഥാനാർത്ഥി. കൂത്തുപറമ്പിൽ ജനസംഘം പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയായിരുന്നു സഖാവ് പിണറായി വിജയൻ. പാലക്കാട് വിശ്വനാഥ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്വാനി വന്നിരുന്നു. 87-ലും ഇതേ നിലപാടെടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം പറയാം, 2014 അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നൊരു സമരമുണ്ട്. ആ സമരം RSS BJP സ്പോൺസർ ചെയ്ത സമരം. ആ സമരമാണ് ഈ രാജ്യത്ത് നിന്നൊരു മതേതര ഗവൺമെന്റിനെ ഇല്ലാതാക്കിയത്. ആ സമരത്തിന് പിന്നിൽ അണ്ണാ ഹസാരയോടൊപ്പം കേജ്രിവാളിനോടൊപ്പം ഇടത്തും വലത്തും ഇരുന്നത് പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും. ഇവര് നടത്തിയ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് ഇന്ത്യ രാജ്യത്ത് മുദ്രാവാക്യം വിളിച്ചത് BJP. ആ മുദ്രാവാക്യം ഈ രാജ്യത്ത് വിളിക്കുന്ന 50 വർഷം മുമ്പ് KG മാരാരുടെ ആത്മകഥയിൽ പറയുന്ന കോലീബി ഇതേ വടകരയിലും ബേപ്പൂരിലും കോലീബി സഖ്യമെന്ന് ഇവര് വിളിപ്പേര് കൊടുത്ത എന്നല്ലാതെ BJP-യുടെ ഒരാളെ വെച്ചിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവിഹിതമൊന്നും ആ സ്ഥാനാർത്ഥിത്വത്തില്ല. അത് രക്തസിംഗ് BJP-കാരനല്ലല്ലോ. രക്തസിംഗിന്റെ മകൻ ഞങ്ങളുടെ കൂടെ ഇപ്പോഴും. അപ്പോ ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ്. നോക്കൂ സത്യൻ, ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കൊപ്പം നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഊഴം നൽകിയാൽ ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതാവസ്ഥയാണ് എന്നുള്ളതാണ് വടകരയിലെ ആളുകൾ ചിലർ സൂചിപ്പിക്കുന്നത്. മറുപടി: ന്യൂനപക്ഷങ്ങൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഉന്നയിക്കുന്ന ആരോപണം മാത്രം. പാകിസ്ഥാനിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിലാ. അതിനേക്കാൾ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. എല്ലാ ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ അർത്ഥത്തിലും അധികാരാവകാശങ്ങളുണ്ട്. യാതൊരു വിധത്തിലും ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു ചോദ്യം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാളും കോൺഗ്രസിനേക്കാളും മുസ്ലിങ്ങൾ അംഗങ്ങളായിട്ടുള്ളത് BJP-യിലേക്കാണ്. പക്ഷെ BJP-ക്ക് MP ഇല്ല, മുസ്ലിം MP ഇല്ല. മുസ്ലിം MP-യെ ജയിപ്പിക്കും. ഞങ്ങൾ മലപ്പുറത്ത് ജയിപ്പിക്കും. അബ്ദുൽ സലാമിനെ ജയിപ്പിക്കൂ. ഞങ്ങൾ MP-യായി മന്ത്രിയാക്കാം. ജയിപ്പിക്കൂ. നിങ്ങൾ ജയിപ്പിക്കൂ. ഞങ്ങള് ഈ പറയുന്ന ഈ കപട മതേരത്വം പറഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങള് മുസ്ലിമിനെ നിർത്തിയില്ലേ? നിങ്ങൾ ജയിപ്പിച്ച നമ്മൾ മന്ത്രിയായി തരും പ്രാവശ്യം. അത് ജയിപ്പിക്കാതെ മന്ത്രിയാക്കാന്ന് പറഞ്ഞ കാര്യമല്ല. BJP-യുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നഖ്വി മുസ്ലിമാണ്. എന്താ അത്ര പ്രത്യേകത? ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ BJP-യിലെ അംഗങ്ങളുടെ മുസ്ലിങ്ങളായിട്ട് ന്യൂനപക്ഷങ്ങളുണ്ട്. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് BJP-യാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത്. ഇന്ത്യയിലെ കേരളം ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും മാർക്സിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനാണോ സംരക്ഷിക്കുന്നത്? ആണോ? ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ. അവിടെ സംരക്ഷിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരാണോ? ഉത്തർപ്രദേശില
ബുൾഡോസർ ഉത്തർപ്രദേശിലാ. ബുൾഡോസർ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല കുറ്റവാളികൾക്കെതിരെയാ. അങ്ങനെ ന്യായീകരിക്കുന്നത് വേണ്ട. കുറ്റവാളികൾക്കെതിരെയാ. അതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യുന്നത്, താമരയ്ക്ക്. അതുകൂടി മനസ്സിലാക്കണം. സാർ, എന്റെ ചോദ്യം, സാധാരണക്കാർക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരായാലും സെസ് കൂട്ടിക്കൊണ്ട് വർദ്ധിപ്പിക്കുകയാണ്. ഈ മോഡി ഗ്യാരണ്ടി എന്ന് പറയുമ്പോ 50 രൂപക്ക് പെട്രോൾ എന്നുള്ളൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് ഏത് വിശ്വാസത്തിന്റെ പേരിലാണ്? അത് ഞങ്ങൾ പെട്രോളിന് മാഹിയിലെ വിലയും കേരളത്തിന്റെ വിലയും കർണാടക വിലയിലൊന്നും കണക്കൂട്ടി വെക്കുക. വ്യത്യാസം രണ്ട് സർക്കാരിനോടാണ് ചോദ്യം. കേരളത്തിലെ രണ്ട് സർക്കാരിനോടാണ് ചോദ്യം. കൂട്ടി സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും വില സർക്കാരിന്റെ കാലത്തുള്ള വിലയും പറയണം. ഒന്നുമില്ല, കാലാനുസൃതമായ വർധനവില്ലാണ്ട് ഡീസലിനും പെട്രോളിനും വില വർധന ഉണ്ടായിട്ടില്ല. ചോദ്യം, വേറെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. ഇലക്ട്രൽ ബോണ്ട് നിയമാനുസൃതമായ സംവിധാനമാണ്. ഈ രംഗത്തെ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ 2014 ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സുപ്രീം കോടതി റദ്ദ് ചെയ്ത്. സുപ്രീം കോടതി റദ്ദ് ചെയ്യുന്ന അത് അവരെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. സുപ്രീം കോടതി റദ്ദ് ചെയ്തെന്നുള്ളതും കൂടെ അത് അവസാന വാക്കാണോ? അല്ലേ? അല്ല. സുപ്രീം കോടതിക്ക് കോടതിയുണ്ടോ? അത് നിയമവിരുദ്ധ. ശരി, അങ്ങനെയാണെങ്കിൽ അല്ല, ഈ ലാവ്ലിംഗ് കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞ അംഗീകരിക്കോ? ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി സുപ്രീം കോടതി വിധി പറഞ്ഞ അല്ലല്ല, ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി സുപ്രീം കോടതി അനുമതി നൽകി. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന സുപ്രീം കോടതി അംഗീകരിക്കുക, മറ്റേത് വേണ്ടെന്നുള്ള നിലപാടുണ്ടല്ലോ. അത് ശരിയല്ല. എന്റെ ചോദ്യം ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രതിനിധിയോട് കൂടെ മാത്രമല്ല, റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയായിട്ടുള്ള അരുൺ സാറിനോടും കൂടിയാണ്. നിങ്ങൾക്ക് ഇവർ രണ്ടാളും കാര്യം എനിക്കറിയാം. നിങ്ങളൊരു റിപ്പോർട്ടറാണ്. CAA മാനദണ്ഡം വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നേരത്തെ ചോദിച്ച് തസ്ലീമ നസറിന് ഇവിടെ പൗരത്വം കൊടുക്കുമെന്നൊരു ചോദ്യം ചോദിച്ചു. ഇവിടെ പൗരത്വ നിയമത്തിന്റെ വ്യക്തമായിട്ടുള്ള നിയമം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ന്യൂനപക്ഷങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ഇവിടെ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്കാണ്, അതായത് ഭൂരിപക്ഷമുള്ള മതത്തിൽ നിന്നും പീഡനം അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 3 രാജ്യങ്ങൾ മാത്രം? 3 രാജ്യങ്ങൾ മാത്രമാണ്. അവിടെയാണ് എന്തുകൊണ്ട് 3 രാജ്യങ്ങൾ മാത്രം? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മള് ഇവിടുന്ന് വിട്ടുപോയിട്ടുള്ള മതപരമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ക്രിസ്ത്യാനികളോ? ക്രിസ്ത്യാനികൾ വിട്ടുപോയത് നമ്മുടെ ഭാരതത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള മതപരമായിട്ടുള്ള വിവേചനം കൊണ്ട് വേറെ രാജ്യമാക്കി മാറ്റിയതാണ് ഈ 3 രാജ്യങ്ങൾ. അഫ്ഗാനിസ്ഥാനോ? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. ഇന്ത്യയുടെ ഭാഗമാണ് അഫ്ഗാനിസ്ഥാൻ. ഒരു മിനിറ്റ് നിക്ക് പറയട്ടെ. നിങ്ങൾ ഈ ചോദിച്ച തസ്ലീമ നസറിന് നിങ്ങൾ ചോദിച്ച് പൗരത്വം കൊടുക്കുമെന്ന് ചോദിച്ച്, അതേ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ശ്രീലങ്കയിലുള്ള ഒരു ഹിന്ദുവിന് ഇവിടെ പൗരത്വം കൊടുക്കുന്നില്ല? അത് ശ്രീലങ്കയിലെ ഹിന്ദുവിന് കൊടുക്കാത്ത അത് പറഞ്ഞ ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആരല്ല, മതപരമായിട്ടുള്ള വിവേചനം കൊണ്ടാണ് അവിടെ നിന്ന് റിപ്പോർട്ട് കൊടുക്കുന്നത്. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കിയല്ലോ. എന്തുകൊണ്ടാണ് ശ്രീലങ്കയും മ്യാൻമാറും മാറ്റാത്തത്? എന്തുകൊണ്ടാണ് ശ്രീലങ്കയും മ്യാൻമാറും ഇല്ലാത്തത്? പോയി പോട്ടെ. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പയ്യോളിയിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു ഒരു അപ്രതീക്ഷിത അതിഥി. അപ്രതീക്ഷിതമല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ച അതിഥി അല്പസമയം വൈകി എത്തിയതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ, ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇടതുമുന്നണിയിലെ സൈബർ ക്യാമ്പുകളെല്ലാം പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വടകരയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് ഒളിച്ചോടിപ്പോയി എന്ന്. ശരിയാണോ? അത്രയും പേടിക്കേണ്ട കാര്യം CPM ഇല്ലല്ലോ. അത്രയൊക്കെ എന്ത് പേടിക്കുന്നതിനാ? ഇവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തിയൊന്നുമല്ല. ഇവിടെ ഞങ്ങളൊരു പ്രസ്ഥാനമാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്? ഞങ്ങൾ മത്സരിക്കുന്നത് 2014 ആണ്ടിന് മുൻപുള്ള ഒരു ഇന്ത്യയുണ്ട്. പറഞ്ഞോ, കുഴപ്പമില്ല. പറഞ്ഞോളൂ. അത് പുറത്ത് കേൾക്കില്ല. പറഞ്ഞോളൂ. 2014 ആണ്ടിന് മുൻപുള്ള ഒരു ഇന്ത്യയുണ്ട്. നമുക്ക് ഭരണഘടനാപരമായ അവകാശങ്ങളുള്ള, ജനാധിപത്യ അവകാശങ്ങളുള്ള, മതേതരമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യ. അതിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ എന്തിനു വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് അവർ തന്നെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാനതിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇതിനാ മത്സരിക്കുന്നത്. ബാക്കിയുള്ളവർ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് അവരവർ തന്നെ പറയട്ടെ. ഞാനത് പറയുന്ന ആളല്ലോ. ഞങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് പറയുകയുള്ളൂ. അവിടെ വ്യക്തികൾക്ക് യാതൊരു വിധമായ പ്രസക്തിയില്ല. പിന്നെ ഇവര് പറയുന്നത് എല്ലാം കള്ളമാണെന്ന്
ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ താങ്കൾക്ക് ബോധ്യമായിക്കണം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞേ പോകത്തുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ ഇവിടുന്ന് വിടത്തുള്ളൂ. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞത് ഇവര് സൈബർ ഇടത്തിൽ പറയുന്നതെല്ലാം കള്ളമാണെന്ന്. ഞാൻ ഒരാൾ ഇങ്ങനെ ജീവനോടെ ഇവിടെ നിൽക്കുമ്പം തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി എത്ര കള്ളം നമുക്ക് കേൾക്കാൻ പറ്റും? എത്രയൊക്കെ കള്ളം പറഞ്ഞാലും വടകര പാർലമെന്റിൽ നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചതുപോലെ, കെ മുരളീധരൻ ജയിച്ചതുപോലെ, ഇത്തവണയും അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ MP ആവുകയും ചെയ്യും. പാലക്കാട് ബൈ ഇലക്ഷനും ഉണ്ടാകും. അവിടെയും ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. കെ ശൈലജ എന്നൊരു വലിയ ഇമേജിനോടാണ് നിങ്ങൾ ഏറ്റുമുട്ടുന്നത്. കെ ശൈലജ ഞങ്ങൾക്ക് അല്ല, ഞാൻ വ്യക്തിപരമായി ഒരു കമന്റും നടത്താനില്ല. ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കും. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര് മത്സരിച്ചാലും കൊടുക്കുന്ന വോട്ട് എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്? വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നിലപാടിനെ പിന്തുണയ്ക്കാൻ, ഈ നാട്ടിൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നിലപാടിനെ പിന്തുണയ്ക്കാൻ, ഈ നാട്ടിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നിലപാടിനെ പിന്തുണയ്ക്കാൻ, വീട്ടുകരം വർദ്ധിപ്പിച്ച സർക്കാരിന്റെ നിലപാടിനെ പിന്തുണയ്ക്കാൻ, പെൻഷൻ കൊടുക്കാറ് 62 ലക്ഷം മനുഷ്യന്മാർ കൊല്ലപ്പെട്ട 62 ലക്ഷം മനുഷ്യന്മാരിൽ ഒരാളായ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ മണ്ഡലത്തിലെ വോട്ടറാണ്, പേരാമ്പ്രക്കാരനാണ്. ആ ജോസഫ് കൊല്ലപ്പെട്ട നിലപാടിനെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് അപ്പുറത്തോട്ട് ചെയ്യാം. ആ ചെയ്യുന്ന വോട്ട് പൂക്കോട്ട് SFI-കാരൻ തല്ലിച്ചതച്ചു കൊന്ന, 3 ദിവസം ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നതിനുള്ള ഐക്യദാർഢ്യമായിട്ടുള്ള വോട്ടാണ്. രാഷ്ട്രീയ കൊലപാതകം ചന്ദ്രശേഖരന്റെ മുഖത്ത് കൊണ്ട ഓരോ വെട്ടിനും എണ്ണി 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 വടകരക്കാര് കണക്ക് ചോദിക്കും. മറുപടി പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് മത്സരിക്കുന്നത്? 2014 മുമ്പുള്ള ഇന്ത്യ ഭരണഘടനയുടെ അവകാശങ്ങൾ നിലനിർത്തി മതനിരപേക്ഷത നിലനിർത്തുന്ന ഇന്ത്യക്ക് വേണ്ടിയാണെന്ന. 14 മുമ്പാണ് 1992 ഈ രാജ്യത്തെ ഹിന്ദു ഫാസിസ്റ്റുകൾ ഈ രാജ്യത്തെ ഒരു പള്ളി തകർത്ത്, ബാബറി മസ്ജിദ് തകർത്ത് കളഞ്ഞത്. അതിന് നോക്കുകുത്തിയായി നിന്ന് ഈ രാജ്യത്തെ ഭരണഘടനയിലെ നിയമങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ന്യൂനപക്ഷത്തിനെ വഞ്ചിക്കുന്ന രൂപത്തിൽ ശിലാന്യാസം നടത്തി കൊടുത്തു. അതിന്റെ പിന്നാലെ പള്ളി പൊളിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞു ഈ കർഷകരെ മുഴുവൻ തടഞ്ഞു നിർത്തണം. അതിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. അന്നത്തെ നരസിംഹറാവുവിന് ഒരു നടപടിയും എടുക്കാതെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിൽ നോക്കുകുത്തിയായി നിന്നിട്ടുള്ള ഒരു പാർട്ടിക്ക് എന്തടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞിട്ട് കൊടുക്കുക? മറ്റൊരു കാര്യം ഈ രാജ്യത്ത് ഈ കോൺഗ്രസിന്റെ ഭരണത്തിൽ അവർ പറഞ്ഞു നടക്കുന്ന ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ കാര്യം അവസാനം പറഞ്ഞു. ആരുടെ കയ്യാൽ ആരും കൊല്ലപ്പെടരുത്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം പരിശോധിച്ചാൽ വലിയ രൂപത്തിൽ CPM-ന്റെയും SFI-കാരുടെയും പേര് കാണാം. ഏറ്റവും അവസാനം മരിച്ച ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ നിഖിൽ പൈലിയെ ഈ വടകരയിൽ ഉൾപ്പെടെ കൊണ്ടുപോയി വോട്ട് പിടിക്കാൻ നടക്കുന്ന ഈ UDF സ്ഥാനാർത്ഥിക്ക് എന്തടിസ്ഥാനത്തിലാണ് അക്രമ രാഷ്ട്രീയത്തിന്? രണ്ട് കാര്യം. ഒന്ന്, അദ്ദേഹത്തിന് കോൺഗ്രസിനെ ഇത്രയും വിശ്വാസമില്ലെങ്കിൽ ദേവീത തമിഴ്നാട്ടിലെ സു വെങ്കടേഷ് എന്ന് പറയുന്ന CPM സ്ഥാനാർത്ഥിയോട് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാറ്റിവെക്കാൻ പറയണം. ആ പോസ്റ്ററിനകത്ത് 2 ചിത്രമേ ഉള്ളൂ. ഒന്ന് സ്റ്റാലിന്റെ ചിത്രം, രാഹുൽ ഗാന്ധിയുടെ. മുകളിൽ ബാലെ ട്രൂപ്പിൽ അടുക്കി വെച്ചിരിക്കുന്ന പടങ്ങൾ പോലെ വെച്ചിട്ടുണ്ട്. അവിടെ സൂം ചെയ്താൽ പോലും ഈ രാജ്യത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പടം സൂം ചെയ്താൽ പോലും കാണാൻ കഴിയില്ല. അത് അവിടെ നിൽക്കട്ടെ. തമിഴ്നാട്ടിലെ കോൺഗ്രസ് അല്ല കേരളത്തിലെ കോൺഗ്രസ്. തമിഴ്നാട്ടിലെ സർക്കാരിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുത്തപ്പോൾ ആ നിലപാടിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിനകത്ത് രണ്ടാമത്തെ കാര്യം നിലപാട് സ്വീകരിച്ചവരാണ് ഈ രാജ്യത്ത് ഇങ്ങനെ ഏറ്റവും വലിയ അഴിമതി നടത്തി ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികൾ സമ്പാദിച്ച കോൺഗ്രസ് ആണ് കേരളത്തിൽ വീണ്ടും ഞങ്ങൾ ജയിപ്പിക്കണമെന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ന്യായമാണ് അതിനകത്ത് ഈ CPM-ന്റെ സഹപ്രവർത്തകർ ഇങ്ങനെ പേടിക്കുന്നതിനാ അവരുടെ പ്രതിനിധി അവർക്ക് വിശ്വാസമില്ലേ? ഞാൻ പറയട്ടെ, ഈ പറയുന്ന അയോധ്യയിലേക്ക് രഥയാത്ര നടത്തി LK അദ്വാനി കേരളത്തിൽ പ്രചരണത്തിൽ വന്നത് ഏത് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനാണ്?
വിജയത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പാലക്കാട്ട് വന്നതാ. ഏത് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയിട്ടാ? ഇനിയും ഈ LK അദ്വാനിയുമായിട്ട് വ്യാഴാഴ്ച അത്താഴം നടത്തിയ EMS നമ്പൂതിരിപ്പാടിന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, CPM. വടകരയിൽ പയ്യോളിയിൽ നിന്നും കുരുക്ഷേത്രം ഇന്ന് അവസാനിക്കുന്നു. നാളെ വീണ്ടും കണ്ടുമുട്ടും കോഴിക്കോട്. നാളെ കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ.